നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 440. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 29ാമത്തെ അധ്യായം. അതിൽ 79ാമത്തെ ശ്ലോകമാണ് ഇന്ന് പറയേണ്ടത്. ശ്ലോകം ഇങ്ങനെയാണ്: അധസ്തദപവദാർത്ഥം ഭജ സർവാത്മനാഹരിം പശ്യം സദാത്മകം വിശ്വം സ്ഥിത്യുത്പത്യപ്യയായതാം. ആ കാരണത്താൽ, ഏത് കാരണത്താൽ? മുകളിൽ പറഞ്ഞ കാരണങ്ങളെ കൊണ്ട് അതിൻ്റെ നാശത്തിനായിട്ട് യാതൊന്നിൽ നിന്ന് രക്ഷ, ഉത്ഭവം, നാശം, ലോകത്തെ തൽസ്വരൂപമായിട്ട് കാണുന്നവനായിട്ട് സർവാത്മഭാവത്തോടുകൂടെ ഹരിയെ ഭജിച്ചാലും, എല്ലാറ്റിനും കാരണം എല്ലാം ആരാ? സർവാത്മഭാവത്തോടു കൂടിയിട്ട് ഹരിനെ ഭജിക്കാനേ പറഞ്ഞത്. ഹരിനെ ഭജിച്ചാൽ എന്താ ഉണ്ടാവുക? മോക്ഷം ഉറപ്പാ. ശാന്തി, സമാധാനം ഉള്ളംകൈയിൽ. മാത്രമല്ല, വേവലാതികളില്ലാത്തൊരു ജീവിതം. ഇതിൽ മീതെ എന്താ വേണ്ടത്? അതിൻ്റെ ഭാവാർത്ഥം കേട്ടോളൂ. അതിനാൽ അധ്യാസ നിവൃത്തിക്ക് വേണ്ടി ഭക്തജനങ്ങളുടെ അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ശ്രീഹരിയെ സർവാത്മഭാവത്തോടുകൂടെ ഭജിക്കുക. ഈ കാണപ്പെടുന്ന സർവത്തിൻ്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് കാരണമായിരിക്കുന്ന പരമതത്വം യാതൊന്നോ ആ ശ്രീഹരിയുടെ സ്വരൂപം തന്നെ ഇതു സർവവും എന്ന ഭാവത്തോടുകൂടെ ഭേദഭാവനയില്ലാതെ ഭജിക്കണം. അവിടെയാണ് ഭേദഭാവന ഉണ്ടാവരുത്. ഭേദഭാവനയുണ്ടായാൽ കൈവല്യം ലഭിക്കുകയില്ല, മോക്ഷം കിട്ടില്ല. ഇനി മൈത്രേയ ഉവാച, ഇതിൻ്റെ അവസാനത്തേക്ക് വരികയാണ് ഈ അദ്ദേഹത്തിൻ്റെ. അപ്പോൾ 82 ശ്ലോകങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ല, സോറി, 85 തോന്നുന്നു. ഒരു മിനിറ്റ്. അതെ, 85 ശ്ലോകങ്ങളാണ്. അപ്പോൾ 80ാമത്തെ ശ്ലോകം നോക്കുക. മൈത്രേയ ഉവാച ഭാഗവതമുഖ്യോ ഭഗവാൻ നാരദോ ഹംസയോർഗതിം പ്രദർശ്യ ഹി ഹമും ആമന്ത്ര്യ സിദ്ധലോകം തതോ അഗമത്. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം സിദ്ധന്മാരുടെ ലോകത്തിലേക്ക് പോയി. അതായത് ഭാഗവതന്മാരിൽ മുഖ്യനും സർവജ്ഞനുമായ നാരദൻ ഹംസന്മാരുടെ തത്വത്തെ കാട്ടിക്കൊടുത്തിട്ട് ഇദ്ദേഹത്തോട് യാത്ര പറഞ്ഞിട്ട് സിദ്ധന്മാരുടെ ലോകത്തെ പ്രാപിച്ചു. സിദ്ധന്മാരുടെ ലോകം മൈത്രേയൻ പറഞ്ഞു. അതിൻ്റെ ഭാവാർത്ഥം പറയണു. ഭഗവത് ഭക്തന്മാരിൽ വെച്ച് മുഖ്യനായതുകൊണ്ട് ഭഗവത് കാരുണ്യലാഭത്താൽ ഭഗവാന്റെ കാരുണ്യം അങ്ങേയറ്റം കിട്ടുകാരണം സർവജ്ഞനായ ശ്രീ നാരദമുനി ജീവൻ്റെയും ഈശ്വരൻ്റെയും പരമാർത്ഥ തത്വത്തെ ഇപ്രകാരം പ്രാചീന ബർഹിസനോട് ഉപദേശിച്ച ശേഷം അവിടെ നിന്ന് സിദ്ധലോകത്തെ പ്രാപിച്ചു. രണ്ടിനെ പറ്റിയിട്ടും പറയണ്ടായി. ഏതിനെ? ജീവൻ്റെയും ഈശ്വരൻ്റെയും. ഇനി 81ാമത്തെ ശ്ലോകം പറയണു. പ്രാചീന ബർഹി രാജർഷി പ്രജാസർഗാഭിരക്ഷണേ ആദിശ്യ പുത്രാനഗമത്തപസേ കപിലാശ്രമം. രാജർഷിയായ പ്രാചീന ബർഹിസ് പ്രജകളുടെ സർഗത്തിൻ്റെ രക്ഷണത്തിൽ പുത്രന്മാരെ നിശ്ചയിച്ചിട്ട്
തപസ്സിനായിട്ട് കപിലൻ്റെ ആശ്രമത്തിലേക്ക് പോയി. ഋഷിതുല്യനായ പ്രാചീന ബർഹസ് എപ്പോഴാണ് ഋഷിതുല്യനായത്? നാരദരുടെ പ്രഭാഷണം കേട്ടിട്ട് സംശയ നിവാരണമൊക്കെ ഉണ്ടായി. അപ്പോൾ ഋഷിതുല്യനായ പ്രാചീന ബർഹസ് പ്രജകളുടെ സംരക്ഷയിൽ പുത്രന്മാരെ നിശ്ചയിച്ചിട്ട് തപസ് ചെയ്യുവാനായി കപിലമുനിയുടെ ആശ്രമം പ്രാപിച്ചു എന്ന് പറയുന്നു. 82ാമത്തെ ശ്ലോകം. തത്രൈകാഗ്രമനാവീരോ ഗോവിന്ദചരണാംബുജം. അവിടെ പോയിട്ട് എന്താ ചെയ്ത്? ഗോവിന്ദൻ്റെ ചരണപങ്കജത്തെ ധ്യാനിക്കാൻ തുടങ്ങി. വിമുക്തസംഗോ അനുഭജൻ ഭക്ത്യാ തൽ സാമ്യതാം അഗാത്. അവിടെ ഏകാഗ്ര മനസ്സോടുകൂടിയവനും വീരനും വിമോചിക്കപ്പെട്ട സംഘത്തോടു കൂടിയവനുമായിട്ട് ഭഗവാന്റെ പാദപത്മത്തെ ഭക്തിയോടെ നിരന്തരം ഭജിക്കുന്നവനായിട്ട്. നിരന്തരം, ആ വാക്കൊക്കെ എടുത്താൽ പൊന്നാത്തതാണ്. ഭജിക്കുന്നവനായിട്ട് ഭഗവാന്റെ സാമ്യത്തെ പ്രാപിച്ചു. ഭഗവാനായി തീർന്നു തന്നെയാണ് പറഞ്ഞത്. സാമ്യത്തെ പ്രാപിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥം. അവിടെ കപിലാശ്രമത്തിൽ അതിപ്രയത്നത്താൽ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച്, അത്ര എളുപ്പമല്ല, അതിപ്രയത്നം വേണമെന്ന ഏകാഗ്രമാക്കിയിട്ട് ഭക്തിയോടുകൂടെ ഭഗവാന്റെ പാദപത്മത്തെ നിരന്തരം ഭജിച്ചും കൊണ്ട് ആ പാദപത്മത്തിൽ ലയിച്ചു. 83ാമത്തെ ശ്ലോകം. ഏതദ്ധ്യാത്മപാരോക്ഷ്യം ഗീതം ദേവർഷിണാൻ അനഘ. പാപമില്ലാത്തവൻ യശ്രാവയേദ്ധ്യാ ശൃണുയാത് സലിംഗേന വിമുച്യതേ. പാപരഹിത ദേവർഷിയാൽ ഗാനം ചെയ്യപ്പെട്ടതും ആത്മാവിനെ ബോധിപ്പിക്കുന്നതുമായ ഇതിനെ യാതൊരുവൻ ശ്രവിപ്പിക്കുമോ? ആരാണ് കേൾപ്പിക്കുക? ഞാൻ ആ ജോലിയാണ് ചെയ്യണത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ആണ് ഇതിൻ്റെ ലാഭം. കാരണം എന്താ? 2ഓ 3ഓ പ്രാവശ്യം പറയാൻ സാധിക്കുന്നുണ്ട്. യാതൊരുവൻ കേൾക്കുമോ അവൻ ലിംഗത്താൽ മോചിക്കപ്പെടും. അതായത് അവന് പിന്നെ ജന്മമില്ല, ചുരുക്കി പറഞ്ഞ. അപ്പോൾ പറയണു, ഹേ പാപരഹിതനായ വിതുര, ദേവർഷിയായ ശ്രീ നാരദൻ പ്രാചീന ബർഹിസിന് ആത്മാവിൻ്റെ പരോക്ഷജ്ഞാനം ജനിപ്പാൻ തക്കവിധം ഉപദേശിക്കുന്ന ഈ കഥയെ കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും ലിംഗശരീരത്തിൽ നിന്ന് മുക്തന്മാരായി ഭവിക്കും. ഒരു അഷൂറൻസാണ്. 84. ഏതൻ മുകുന്ദയസസാഭുവനം പുനാനം ദേവർഷിവൈര്യമുഖ നിസ്സൃതമാത്മശൗചം യഃ കീർത്യമാനം അധികശ്ചതി പാരമേഷ്ട്യം ന അസ്മിൻ ഭവേ ഭ്രമതിമുക്ത സമസ്ത ബന്ധ. എല്ലാ ബന്ധത്തിൽ നിന്നും വേർപെട്ട് നിൽക്കാൻ പറ്റും. അതായത് മുകുന്ദൻ്റെ കീർത്തി കൊണ്ട് ഭുവനത്തെ ശുദ്ധമാക്കുന്നതും ആത്മാവിനെ ശോധന ചെയ്യുന്നതും നാരദമുഖത്തിൽ നിന്നൊഴുകിയതുമായ ഇതിനെ യാതൊരുവൻ കീർത്തിക്കപ്പെടുന്നതായിട്ട് ഈശ്വരതത്വത്തെ പ്രാപിക്കുന്നു. എല്ലാ ബന്ധത്തിൽ നിന്നും മുക്തനായിട്ട് ഈ സംസാരത്തിൽ ഭ്രമിക്കുന്നില്ല. ഭ്രമം പോയാൽ കഴിഞ്ഞില്ല പരിപാടി. ഇനി അതിൻ്റെ ഭാവാർത്ഥം. മുക്തിപ്രദനായ ഭഗവാന്റെ ഭക്തവാത്സല്യാദി ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ ലോകത്തെ പരിശുദ്ധമാക്കുന്നതും ആത്മാവിൽ പറ്റിയിരിക്കുന്ന അജ്ഞാനരൂപമായ ദോഷം തീർത്ത് സ്വരൂപത്തെ ഗ്രഹിപ്പാൻ സമർത്ഥമാക്കി തീർക്കുന്നതും ദേവർഷി ശ്രേഷ്ഠനായ ശ്രീ നാരദരുടെ മുഖത്തിൽ നിന്ന് പുറപ്പെട്ടതുമായ ഇതിനെ നിരന്തരം കീർത്തിക്കുകയും നിരന്തരം സദാസേവ്യ തദ്വാര അതോടുകൂടി അർത്ഥത്തെ ഹൃദയത്തിൽ ഉറപ്പിക്കുകയും എനിക്കുള്ള ലാഭത ചെയ്യുന്നവൻ. ഞാൻ ഈ ഓരോ വാക്ക് ഉച്ചരിക്കുമ്പോഴും അറിയാതെ കൊണ്ട്
കരുണാകരൻ പിള്ള സാറ് നമസ്കരിക്കുകയാണ്. എവിടെയോ കൊല്ലത്ത് കിടന്ന ഒരാൾ IIT-യിൽ വന്ന് ഞാനുമായിട്ട് കണ്ടുമുട്ടാനുള്ള സമയം ഭഗവാൻ ഫിക്സ് ചെയ്തത്, ഈ ഓരോ വാക്കിൻ്റെയും ഗഹനത ഞാൻ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകളിത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഐ ആം സോ പ്രൗഡ്. കാരണം ഇവിടെയാണ് പിതൃകടം വീട്ടുക എന്ന് പറയും. പിതൃകടം എന്ന് പറഞ്ഞാൽ ആചാര്യൻ അച്ഛനാണ്. അപ്പോൾ എൻ്റെ ഗുരുനാഥൻ എനിക്ക് അച്ഛൻ്റെ സ്ഥാനമാണ്. ആ അച്ഛൻ്റെ മകളെ സാക്ഷിയാക്കി ആ അച്ഛനെ കൊണ്ട് എനിക്ക് എന്തൊക്കെ ഉപകാരം ഉണ്ടായി എന്നുള്ളത് ഞാൻ ആ മകൾക്ക് ആ മകളെ ഇതിൽ നിന്ന് കേൾക്കുമ്പോൾ ആണ് പിതൃകടം വീടുന്നത്. ഏതൊക്കെ രീതിയിൽ ജന്മം തന്ന അച്ഛന് വേണ്ടത് ചെയ്യാൻ സാധിച്ചിട്ടില്ല, എന്നാൽ ചെയ്യാൻ സാധിച്ചു. എനിക്ക് ആദ്യം 74 അവസാനം അല്ലെങ്കിൽ 73-ൽ എനിക്ക് സരസ്വതി ഇൻസ്റ്റിറ്റ്യൂട്ട് പട്ടാമ്പിയിലെ തിരുമറ്റക്കോട് രാഘവന്മാരാർ 80 രൂപ ശമ്പളം തരുണ്ടായി, ആദ്യത്തെ ശമ്പളം. ആ ശമ്പളത്തിന് ഞാനൊരു ലിവോസിം സിറപ്പും കുറച്ച് ബി കോംപ്ലക്സ് ടാബ്ലറ്റ്സും വാങ്ങിയിട്ട് 4 ബസ് കയറിയിട്ട് എൻ്റെ പാടൂർ എൻ്റെ അച്ഛൻ്റെ ഗ്രാമത്തിൽ പോയി അച്ഛനെ നമസ്കരിച്ചിട്ട് ഈ മരുന്ന് കൊടുത്തപ്പോൾ ഈ ഓണം ബമ്പർ 25 കോടി കിട്ടിയതിനേക്കാൾ വലിയ സന്തോഷമായിരുന്നു എനിക്ക്. നാട്ടിൽ അധ്വാനിച്ചിട്ട് അപ്പോൾ ആ രാഘവന്മാരെ ഞാൻ എൻ്റെ ഗോഡ് ഫാദറായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ഭൗതിക ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് ഒരു ശമ്പളം തന്ന ആളാണ്. ഇതൊക്കെ എൻ്റെ മനസ്സിൽ കിടന്നിട്ട് ഇങ്ങനെ വിങ്ങിപ്പൊട്ടുകയാണ്. ആരോടൊക്കെയാണ് എനിക്ക് ധന്യവാദ് പറയേണ്ടത്, ആരോടൊക്കെയാണ് എൻ്റെ കടമകളും കടപ്പാടുകളും അറിയിപ്പിക്കേണ്ടത്, എനിക്കറിയില്ല. അപ്പോൾ ഇത്രയും സംഭവബഹുലമായിട്ടുള്ളൊരു ജീവിതത്തിൽ ഞാൻ ഈശ്വരപ്രാപ്തിക്ക് ഉതകുന്ന കാര്യങ്ങൾ പഠിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ആശ്രയായി പോയേനെ. ഒന്നുമല്ല, ഈ ആശ്രയം എന്ന് പറഞ്ഞാൽ സിഗറിൻ്റെ പൊടി തട്ടുന്നൊരു പാത്രമാണ് ആശ്രയ, ആഷ് ട്രേ എന്നാണ് എൻ്റെ ശരിക്കുള്ള പേര്. അപ്പോൾ ഈശ്വരൻ്റെ ഭക്തിവാത്സല്യങ്ങൾ ഇവിടെ പറയുണ്ടായി, ഭഗവാന്റെ ഭക്തിവാത്സല്യങ്ങൾ മുക്തിപ്രദനായ ഭഗവാന്റെ ഭക്തവാത്സല്യാദി ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ ലോകത്തെ പരിശുദ്ധമാക്കുന്നതെന്നൊക്കെ പറയണ്ടായി ഇവിടെ. അതുകൊണ്ടാണ് പറഞ്ഞത്, തദ്വാര അർത്ഥത്തെ ഹൃദയത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നവൻ അധ്യാസം നിമിത്തമുണ്ടാകുന്ന സകല ബന്ധങ്ങളിൽ നിന്നും മുക്തനായിട്ട് ഈശ്വരഭാവത്തെ പ്രാപിക്കും. ഇതിന് മീത് എന്താ വേണ്ടത് ഒരു സാധാരണക്കാരന്? 85-ാമത്തെ ശ്ലോകം, അവസാനത്തെ ശ്ലോകം ഈ അദ്ദേഹത്തിലെ അധ്യാത്മപാരോക്ഷമിതം മായാധിഗതം അത്ഭുതം. അത്ഭുതമാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം പരമാത്ഭുതമാണ്. എല്ലാവരും ഗുരുകുല വിദ്യാഭ്യാസ പ്രകാരം 6, 8, 10, 12 ഞാൻ ഒരു സ്റ്റൈൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ എത്രയോ കഴിഞ്ഞിട്ട് 47-ാമത്തെ വയസ്സിലാണ് ഞാൻ ശിഷ്യപ്പെടുന്നത്. ആ 47-ാമത്തെ വയസ്സിൽ ശിഷ്യപ്പെട്ടിട്ട് ഈ 73-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 74-ാമത്തെ വയസ്സിൽ എനിക്ക് ഇത്ര ജോഷോട് കൂടിയിട്ട് കാര്യങ്ങളെ തെരഞ്ഞു പിടിച്ച് പബ്ലിക്കിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കണത് അത്യാശ്ചര്യം തന്നെയാണ്, അത്ഭുതമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് അത്ഭുതം, ആശ്ചര്യകരവുമായ. അപ്പോൾ പറഞ്ഞ അധ്യാത്മപാരോക്ഷമിതം മായാധിഗതമത്ഭുതം ഏവം സ്ത്രീയാശ്രമ പുംസശ്ചിന്നോ അമുത്ര ച സംശയാതീതമായിട്ട് തെളിയിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. എന്നാൽ പ്രാപിക്കപ്പെട്ടതും ആശ്ചര്യവുമായ ഈ ആത്മതത്വം അങ്ങയ്ക്കായി പറയപ്പെട്ടു. ഇപ്രകാരം പുമാൻ്റെ സ്ത്രീ നിമിത്തമുള്ള കഷ്ടവും പരലോകത്തിലുള്ള സംശയവും മുറിക്കപ്പെട്ടു. എത്ര വലിയ ദുർഘടത്തിലാണെങ്കിലും ശരി, വ്യക്തികളെ സംരക്ഷിക്കാൻ ഈ പുരഞ്ജനോപാഖ്യാനം മതി. മനസ്സിലായില്ലേ? അപ്പോൾ പറയുന്നു, അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു,
ഞാൻ ഗുരുമുഖത്തിൽ നിന്ന് സന്ദേഹമില്ലാത്ത വിധം ശ്രവിച്ചതും ദർ ഇസ് നോട്ട് ഡൗട്ട് അറ്റ് ആൾ തന്നെയാണ് പറഞ്ഞത്. ഞാൻ ഗുരുമുഖത്തിൽ നിന്ന് സന്ദേഹമില്ലാത്ത വിധം ശ്രവിച്ചതും അത്ഭുതവുമായ ഈ ആത്മതത്വശാസ്ത്രം ഇതൊരു ഫിലോസഫിക്കൽ നോട്ടാണ്. ഈ ഫിലോസഫി പഠിച്ചാലല്ലാണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ല. അപ്പോൾ ആത്മതത്വശാസ്ത്രം അങ്ങയോട് പറഞ്ഞു, സ്ത്രീ സംഘം നിമിത്തം പുരുഷന് എങ്ങനെ കഷ്ടം നേരിടുന്നുവെന്നും പരലോകത്തിൽ പുണ്യപാപഫലം ഏതുവിധം ജീവൻ അനുഭവിക്കുന്നുവെന്നുള്ള സംഗതിയെക്കുറിച്ചുണ്ടാകുന്ന സംശയം ഇപ്രകാരം ദൂരീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ മോക്ഷപ്രകരണേ പുരഞ്ജനോപാഖ്യാനേ പ്രാചീനബർഹിഷ സർവസന്ദേഹനിരാസ എല്ലാവിധത്തിലുള്ള സന്ദേഹങ്ങളെയും നിരസിക്കാൻ സാധിക്കുന്ന പറഞ്ഞത്. നിരാസപൂർവകം മുക്തി നിരൂപണം നാമ ഏകോനത്രിംശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇതിൽ എത്ര അധ്യായം ചോദിച്ചാൽ 31 തന്നെ തോന്നുന്നു. അതെ, 31 അധ്യായങ്ങളാണുള്ളത്. അപ്പോൾ ഇനി 30ഉം 31 2 അധ്യായങ്ങളെ കൊണ്ട് ഈ 3ാമത്തെ ടെസ്റ്റ് കഴിയാണ്. അതായത് 3ാമത്തെ വോള്യം ചതുർത്ഥ സ്കന്ധത്തോടു കൂടി കഴിയും. പിന്നെ ഒരു ടെസ്റ്റ് 4ാമത്തെ വോള്യം എക്സ്ക്ലൂസീവ്ലി ഫോർ പഞ്ചമസ്കന്ധാണ്. 4ാമത്തെ അത് കഴിഞ്ഞാൽ പഞ്ചമസ്കന്ധം കഴിഞ്ഞാൽ 6ഉം 7ഉം 8ഉം 3 സ്കന്ധങ്ങൾ കൂടിയിട്ടാണ്. അതെ, 5ാമത്തെ ഈ 2 എണ്ണമായിട്ട് വരും. 5ഉം 6ഉം 6 ദശമസ്കന്ധം വരിക. അവിടേക്കാണ് നമ്മുടെ. അത് കഴിഞ്ഞാൽ ദണ്ഡം തുടങ്ങും. ദശമസ്കന്ധം കഴിഞ്ഞാൽ പിന്നെ 7ാമത്തേത് 11ാം അധ്യായം, 12ാമത്തെ 8ാമത്തെ 12ാം അധ്യായം. എനിക്ക് എന്തിനാ സങ്കടം? ഇത് കഴിയൂലോ സാറില്ല. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 30ാം അധ്യായം. വിദുരാവാച. ശ്ലോകം 1. യേ ത്വയാ വിഹിത ബ്രഹ്മൻ സുതാ പ്രാചീന ബർഹിഷ തേ രുദ്രഗീതേന ഹരിം സിദ്ധിം ആബുപ്രതോഷ്യകാം. ഹേ സർവജ്ഞ. വിദുരര് മൈത്രേയരോട് പറയാണ്, ഹേ സർവജ്ഞ, പ്രാചീന ബർഹിസിൻ്റെ യാതൊരു പുത്രന്മാർ അങ്ങയാൽ പറയപ്പെട്ടുവോ അവർ രുദ്രഗീതം എന്ന സ്തോത്രത്താൽ ഹരിയെ സന്തോഷിപ്പിച്ചിട്ട് ഏതൊരു സിദ്ധിയെ പ്രാപിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏകമായ പരബ്രഹ്മം ത്രിവിധമായി പിരിഞ്ഞു എന്നാണ് ആപ്തവാക്യം. ആ 3ഉം കൂടിയതാണ് നാരായണൻ. വിഷ്ണു ബ്രഹ്മാവ്, വിഷ്ണു, പരമശിവൻ എന്നുള്ളത് ത്രിമൂർത്തികളാണ്. അവർ ഏകമായിരിക്കുന്ന പരബ്രഹ്മമാരാ നാരായണൻ. ആ നാരായണസ്വാമിയിൽ നിന്നാണ് ഈ 3 ഭേദങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരു ഭേദമായിരിക്കുന്ന ശിവനെ കൊണ്ടാണ് ഈ പ്രാചീന ബർഹിസിൻ്റെ മക്കളേനെ പഠിപ്പിച്ചത്? രുദ്രഗീതം. രുദ്രഗീതമുള്ള രുദ്രനെ പറ്റിയുള്ളതല്ല, രുദ്രനാൽ വിഷ്ണുവിനെ പറ്റി പറയപ്പെട്ടിട്ടുള്ള ഗീതമാണ് പഠിപ്പിക്കുന്നത്. ഇതാണ് വ്യാസരുടെ ശ്രദ്ധ മുഴുവൻ. എങ്ങനെ പോയാലും ആ വട്ടത്തിൻ്റെ ഉള്ളിലാണ്, വട്ടത്തിൻ്റെ പുറത്തേക്ക് പോവില്ല. പറഞ്ഞ ശൈലേ. അപ്പോൾ പറഞ്ഞു, പ്രാചീന ബർഹിസിൻ്റെ യാതൊരു പുത്രന്മാർ അങ്ങയാൽ പറയപ്പെട്ടുവോ അവർ രുദ്രഗീതം എന്ന സ്തോത്രത്താൽ ഹരിയെ സന്തോഷിപ്പിച്ചിട്ട് ഏതൊരു സിദ്ധിയെ പ്രാപിച്ചു എന്നാണ് ചോദിച്ചത്. അപ്പോൾ പറയണു, മുമ്പ് കഴിഞ്ഞ 5 അധ്യായങ്ങളെ കൊണ്ട് പ്രാചീന ബർഹിസിൻ്റെ മുക്തിയെ വിവരിച്ചു. ഇനി 2 അധ്യായങ്ങളെ കൊണ്ട് പ്രചേതസ്സുകളുടെ തപഫലത്തെ നിരൂപിക്കുന്നു. തപസ്സിൻ്റെ ഫലത്തെ നിരൂപിക്കുകയാണ്. ഫലം എന്നാണ് അത് ശരിക്കും അർത്ഥം, അല്ല വാക്ക്. വിദുരർ പറഞ്ഞു, ഹേ സർവജ്ഞ, അങ്ങ് അറിയാതിരിക്കുന്നതൊന്നുമില്ല, അങ്ങക്ക് എല്ലാം അറിയാം.
പ്രാചീന വർഗീസന്റെ പുത്രന്മാർ തപസ്സിന് പുറപ്പെട്ടതും ശ്രീരുദ്രൻ അവർക്ക് ഭജനമാർഗത്തെ ഉപദേശിച്ചതും നിന്തിരുവടി അരുളി ചെയ്തുവല്ലോ. അവർ രുദ്രഗീതമെന്ന ശാസ്ത്രത്താൽ ശ്രീഹരിയെ പ്രസാദിപ്പിച്ചിട്ട് ഏതൊരു സിദ്ധിയെ പ്രാപിച്ചു? ഇതാണ് ചോദ്യം. ശ്ലോകം 2. കിം ബാർഹസ്പത്യേഹ പരത്രവ അധ കൈവല്യനാഥ പ്രിയ പാർശ്വവർത്തിന ആസാദ്യ ദേവം ഗിരിശം യദൃശ്ചയാ പ്രാഭുപരം നൂനം അധ പ്രചേതസാ. ഇതാണ് ശ്ലോകം. ബൃഹസ്പതിയുടെ ശിഷ്യ അത് മൈത്രേയര് ബൃഹസ്പതിയുടെ ശിഷ്യനാണ്. പ്രചേതസ്സുകൾ യദൃശ്ചയായിട്ട് ശ്രീ പരമശിവനെ പ്രാപിച്ചിട്ട് അനന്തരം പരമഫലത്തെ പ്രാപിച്ചിരിക്കും നിശ്ചയം. ഇഹത്തിലോ പരത്തിലോ കൈവല്യനാഥനും പ്രിയനുമായ ദേവന്റെ സമീപവാസികൾ എന്തു ഫലത്തെ പ്രാപിച്ചു? വാട്ട് ഹാപ്പൻ ടു ദം? അപ്പോൾ പറഞ്ഞു, വിതുരൻ അറിവാൻ ആഗ്രഹിച്ചതിനെ സ്പഷ്ടമാക്കുന്നു. ഹേ ബൃഹസ്പതിയുടെ ശിഷ്യ, ഈശ്വരാനുഗ്രഹത്താൽ സാക്ഷാൽ പരമശിവനെ പരമഗുരുവായിട്ട് ലഭിച്ച ഭാഗ്യവാന്മാരായ പ്രചേതസ്സുകൾ. ഇവിടെ എനിക്ക് പിന്നെ സന്തോഷത്തിനുള്ള വകയുണ്ട്. 22 വയസ്സ് വരെ പട്ടാമ്പി ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണൻ അനെ ഉപാസിച്ചിട്ട് ഞങ്ങൾ കഴിഞ്ഞത്. അത് കഴിഞ്ഞ് അച്ഛനെ നഷ്ടം വരിക, സമതല തെറ്റാതെ കൊണ്ട് ബോംബെക്ക് വണ്ടി കയറുക, ആദ്യമായിട്ടൊരു 535 ഉറുപ്പ്യ, അത് IIT. അതിന് മുമ്പ് 325 രൂപയ്ക്കും 300 രൂപയ്ക്കും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. 300 രൂപയ്ക്ക് ജോലിയിൽ ചേർന്ന സമയത്ത്, അതായത് 325 രണ്ടാമതൊരു ജോലി അന്വേഷിച്ചപ്പോൾ മാർക്കറ്റ് കമ്മിയായി, 300 കിട്ടിയുള്ളൂ. അപ്പോൾ വൈകുന്നേരം 4 മണിയായപ്പോൾ അദ്ദേഹം ഒരു 10-70 വയസ്സായിട്ടൊരു പ്രായമായിട്ടൊരു ആളാണ്. എന്തോ ചില ഇലക്ട്രോണിക് മീറ്റർ ഉണ്ടാക്കുന്ന ഒരു സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രിയാണ് അദ്ദേഹത്തിന്. അദ്ദേഹം പറഞ്ഞു, ചോക്കറ ഇതറാവോ, അതായത് എടാ ചക്ക നീ ഇവിടെ വാ. അദ്ദേഹം ടിഫിൻ കഴിച്ച പാത്രം കമത്തി വെച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് പോയിട്ട് 2 ദഹിവട വാങ്ങിക്കൊണ്ടുപോവാ. പക്ഷെ അദ്ദേഹം ഒരു കാര്യം ചെയ്തു. 2 ദഹിവട വാങ്ങിയതിൽ 1 എനിക്ക് തന്നു. അത് എനിക്ക് മറക്കാൻ പറ്റില്ല. അതായത് ആ പാത്രത്തിൽ കുറച്ച് തൈരിൻ്റെ വെള്ളവും ഒരു വടി എന്നോട് കൊണ്ട് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ആ ഭക്തദാസൻ എന്ന് പറയാൻ ഞാൻ അവിടെ തന്നെ പരിചയിച്ചു. ഗുരുവായൂരപ്പൻ്റെ ദാസൻ മാത്രമല്ല, എനിക്ക് ശമ്പളം തരുന്ന ആളുടെ ദാസ്യം ഞാൻ വേണ്ട മാതിരി ചെയ്തിട്ടുണ്ട്. പ്രൊഫഷയിലേ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞു, പല തിക്കും തിരക്കും ജോലിയിലൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ടൊരു ഫ്ലാറ്റ് വാങ്ങാൻ സാധിച്ചു ദോംബിവലിയിൽ. പക്ഷെ ആകസ്മികമായിട്ട് അത് വിറ്റു. പക്ഷേ ഭഗവാൻ ഇത്രയൊക്കെ സർവജ്ഞനാണ് എന്നുള്ള ബോധം എനിക്ക് ഉണ്ടാക്കിയതപ്പോഴാണ് അതിസുന്ദരമായിട്ട്. ഇപ്പോൾ ഹരിദാസനും ചേച്ചിയൊക്കെ ഞാൻ താമസിക്കുന്ന സ്ഥലം കണ്ടിട്ടുണ്ട്. കുരുവമ്പലം ശിവക്ഷേത്രത്തിൻ്റെ നേരെ വടക്കേ നടയിൽ ഒരു 50-54 സെൻറ്റ് സ്ഥലം പാൾട്രി എമൗണ്ടിന് എനിക്ക് ധരിപ്പിച്ചു ഭഗവാൻ. 92 തന്നെ ഞാൻ ഓണറായി. അതാണ്, ഞാൻ ഓണറായി. അപ്പോൾ എന്തൊക്കെ ഭൗതിക നഷ്ടങ്ങൾ വരുത്തിയിട്ടാണ് ഭഗവാൻ എന്നെ മൗളി ചെയ്തിട്ടുള്ളത്, ഈ ഭാഗവതമായിട്ട് ഇങ്ങനെ സമരസപ്പെട്ട് പോകാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഭാഗ്യവാന്മാരായ പ്രചേതസ്സുകളെ പര്യവസാനത്തിൽ പരമപുരുഷാർത്ഥരൂപമായ കൈവല്യത്തെ പ്രാപിച്ചിരിക്കും നിശ്ചയം. എന്നാൽ കൈവല്യത്തെ നൽകുന്ന പ്രിയനാകുന്ന ശ്രീഹരിയുടെ ഭജനത്തിൽ തൽപരന്മാരായിരുന്ന അവർ ഇഹത്തിലാകട്ടെ പരത്തിലാകട്ടെ എന്തെന്തു ഫലങ്ങളെ പ്രാപിച്ചു എന്നറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് വിദുരർ പറഞ്ഞത്. മൈത്രേയാവാച, മൈത്രേയർ അതിന് മറുപടി പറഞ്ഞു. 3ാമത്തെ ശ്ലോകം പറയണു, പ്രചേതസോ അന്തരുദധു പിതുരാദേശകാരിണ. അവർക്കൊരു വിഷമമുണ്ടായി.
അച്ഛൻ്റെ ആജ്ഞ പാലനം ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നാണ്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതാണ്. മഹാവിഷ്ണു നമ്മളെ പുറത്താക്കി പട്ടാമ്പിയിൽ നിന്ന് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി തന്നിട്ട് 92 ഒട്ടും പേടിക്കണ്ട എന്നുള്ള നിലയ്ക്ക് കുരുവമ്പലം ശിവൻ്റെ അടുത്ത് തന്നെ ഒരു വാസസ്ഥാനം ഉണ്ടാക്കി തന്നു. അപ്പോൾ 92 കഴിഞ്ഞ് 2002 കഴിഞ്ഞ് 2012 20 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ സ്ഥിരതാമസിക്കാൻ പോണത്. അപ്പോഴേക്കും വീടായി, അതായി, ഇതായി, പെർമിഷൻ ഉണ്ടാവും. അപ്പോൾ സംഭവബഹുലമായിട്ടുള്ള ജീവിതം അതാ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു ഇദ്ദേഹം, അപ്പോൾ പറഞ്ഞു അതെന്തൊക്കെയാണെന്ന് അറിയണം എന്ന് പറഞ്ഞു. അപ്പോൾ മൈത്രേയ ഉവാച പ്രചേതസോ അന്തരുദതോ, അകത്ത് കരഞ്ഞോ എന്നാണ് പറഞ്ഞത്. പിതുരാദേശകാരിണ ജപയജ്ഞേന തപസാ പുരഞ്ജനമതോക്ഷയൻ. അപ്പോൾ കലികാലത്ത് നമ്മൾ ചെയ്യേണ്ടത് ഭഗവാന്റെ നാമസങ്കീർത്തന. അതന്നെയാണ് ഇവിടെ ജപയജ്ഞേന എന്ന് പറഞ്ഞത്. ജപയജ്ഞേന. അതും ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയത് എങ്ങനെയാണ്? 2020 ജൂൺ 2 സംതിങ് ലൈക്ക് ദാറ്റ്. നാരായണ ജപ മാഹാത്മ്യം എന്നാണ് തുടങ്ങിയത്. സംഗതി ശ്രീമദ് ഭാഗവതാണ് പറഞ്ഞത്, സുബ്രഹ്മണ്യൻ തിരുമുണ്ട്. പക്ഷേ അതിൻ്റെ വാക്ക് തന്നെ എന്താ? നാരായണ ജപ മാഹാത്മ്യം. അതും ഗുരുവായൂർ അമ്പലത്തിലെ ഫസ്റ്റ് ഫ്ലോറിൽ എനിക്ക് വേണ്ടിയിട്ടൊരു ശുദ്ധ ബ്രാഹ്മണൻ കാശ് കൊടുത്തിട്ട് പ്രാർത്ഥനാ ഹാള് ബുക്ക് ചെയ്തിട്ട് എനിക്ക് തരിക. അതാണ് പറഞ്ഞത് സംഭവ ബഹുലെന്ന് ഞാൻ പറയാൻ കാരണം. അപ്പോൾ പറഞ്ഞു, പിതാവിൻ്റെ ആജ്ഞയെ നടത്തുന്നതിൽ പ്രവൃത്തന്മാരായ പ്രചേതസ്സുകൾ സമുദ്രാന്തർഭാഗത്തിൽ ജപയജ്ഞരൂപമായ തപസ്സിനാൽ കാലത്ത് മുതൽ വൈകുന്നേരം വരെ സൺറൈസ് ടു സൺസെറ്റ് വരെ നാമം ചെല്ലുക എന്ന് പറഞ്ഞൊരു യജ്ഞമാണ്. ഞാനത് 99 പോവായി ഹരിവം നഗർ ബാലാലയ പ്രതിഷ്ഠയുള്ളപ്പോൾ കേരള ഭാഷാ ഗാനോപാസന എന്നൊരു ബാനറൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഗുരുവായൂർ ഏകാദശിക്ക് മനേത്താറ്റുമന തന്ത്രിമുഖ്യൻ ചന്ദ്രശേഖര തിരുവകളാൽ വിളക്ക് കൊളുത്തിയിട്ട് അതിന്നും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ 99 എന്ന് പറയുമ്പോൾ 26 വർഷമായിട്ട് ബോംബെയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഭഗവാൻ നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ അനുഭൂതി രസങ്ങൾ നമ്മൾ അനുഭവിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പറയണു, പ്രചേതസ്സുകൾ സമുദ്രാന്തർഭാഗത്തിൽ ജപയജ്ഞരൂപമായ തപസ്സിനാൽ ഭഗവാനെ സന്തോഷിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. പ്രജകളെ അഭിവൃദ്ധിപ്പെടുത്തണമെന്നുള്ള പിതൃകൽപ്പനയെ നിർവഹിപ്പാനായി പുറപ്പെട്ട പ്രചേതസ്സുക്കൾ രുദ്രഗീത ശാസ്ത്രത്തെ ജപിച്ചും ആഹാരാദികളെ നിയമനം ചെയ്തും കൊണ്ട് സമുദ്രാന്തർഭാഗത്തിൽ തപസ് ചെയ്തിട്ട് ഭഗവാനെ പ്രസാദിപ്പിച്ചു. അപ്പോൾ ഇന്ന് നടക്കുന്ന എന്താണെന്നാ പറയുക, സപ്താഹാദി യജ്ഞങ്ങളിൽ ആചാര്യന്മാർ നോട്ടിഫൈ ചെയ്യണം ആരേനെ? ശ്രോതാക്കളെയും സപ്താഹ യജ്ഞത്തിൻ്റെ നടത്തിപ്പുകാരെയും. എന്തിന്? ആഹാരാദികളെ നിയമനം ചെയ്യണം അവർ, അല്ലെങ്കിൽ ഈ യജ്ഞത്തിന് പ്രാഗൽഭ്യമില്ല. അതാ പറയാൻ കാരണം. 4ാമത്തെ ശ്ലോകം. ദശവർഷസഹസ്രാന്തേ പുരുഷസ്തു സനാതന തേഷാം ആവിരഭൂൽകൃത്സ്രം ശാന്തേന ശമയൻ രുജാം. പരമപുരുഷനാകട്ടെ 10,000 വർഷം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ബോധിച്ചു ഭഗവാൻ. ഇല്ല, 10,000 ഡിവൈൻ ഇയേഴ്സ് കാന്തി കൊണ്ട് അവരുടെ ക്ലേശത്തെ ശമിപ്പിച്ചും കൊണ്ട് ശാന്തസ്വരൂപത്തോട് ആവിർഭവിച്ചു. അവർക്ക് പ്രത്യക്ഷമായിട്ട് അനുഗ്രഹം കൊടുക്കാൻ വേണ്ടി അവതരിച്ചു അവരുടെ മുമ്പിൽ. ശീഘ്രഫലത്തെ പ്രദാനം ചെയ്യുവാൻ ശാസ്ത്രത്തിന് സാമർഥ്യം ഉണ്ടെന്നിരിക്കലും പ്രചേതസ്സുകളുടെ ദാർഢ്യത്തെ പരീക്ഷിപ്പാനായി ഉറച്ച ഭഗവാൻ 10,000 വർഷം കഴിയുന്നത് വരെ അനങ്ങിയില്ല. അപ്പോൾ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, 92 സ്ഥലം വാങ്ങി 2020 മാർച്ച് 2 വരെയും ഞാൻ
എൻ്റെ ഈ സ്ഥലത്തിൻ്റെ പ്രമാണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒറ്റപ്പാലത്ത് അവിടുന്ന് കൊണ്ടുവരണം 19 വർഷത്തിന് ശേഷം. അപ്പോൾ ഞാൻ 7.3 10 ലക്ഷം രൂപ ലോൺ എടുത്തതിന് 5.2 ലക്ഷം രൂപ ഞാൻ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എനിക്കത് പുല്ലാണ്. കാരണം എന്താ, ഭഗവാൻ ആണല്ലോ എല്ലാറ്റിനും കാര്യകാരണ സഹിതം ചെയ്യണത്. എനിക്ക് ബാധ്യതയില്ല, ഭഗവാന്റെ ബാധ്യതയാണ്. പക്ഷെ ഭഗവാൻ സുസ്ഥിരമായ രീതിയിൽ എന്നെക്കൊണ്ട് അത് അടപ്പിച്ചു. ഇല്ലെങ്കിൽ കള്ളൻ എന്നുള്ള പേര് വരൂല്ലേ, അതൊന്നും ഉണ്ടായില്ല. ബാങ്കിനെയും തോൽപ്പിച്ചില്ല. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ആയുസ് പോയാലോ, കുട്ടികൾക്ക് നഷ്ടം വരാണ്ടിരിക്കാൻ ഞാൻ ഈ 7 ലക്ഷം എടുത്തപ്പോൾ ഒരു 1 ടൈം പോളിസി എടുത്തു 65,000 റുപ്പീസ് കൊടുത്തിട്ട്. അപ്പോൾ എനിക്ക് ഇത് ഒരു ശാസ്ത്രീയ ഗ്രന്ഥമാണെങ്കിൽ മാത്തമെറ്റിക്കലി ഞാനും എഫിഷ്യൻ്റായി. എങ്ങനെ ഈ പലിശ കൊടുത്തിട്ട്. പക്ഷേ എനിക്കിപ്പോൾ പിന്നാക്കം തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷമുണ്ട്. കാരണം ഒരു അപശ്രുതി ഇല്ലാത്ത രീതിയിൽ ഭഗവാൻ കൊണ്ട് നടന്നൂടെ എന്നെ അതന്നെ. അപ്പോൾ പറയണു 10,000 വർഷം കഴിയുന്നത് വരെ അവർക്ക് പ്രത്യക്ഷനായില്ല. അത്ര കാലവും ക്ലേശിച്ച് തപസ് ചെയ്ത അവരിൽ പ്രസന്നനായ ഭഗവാൻ സ്വശരീരകാന്തിയാൽ അവരുടെ തപക്ലേശത്തെ ശമിപ്പിച്ചും കൊണ്ട് പ്രശാന്തമായ മൂർത്തിയോടുകൂടെ അവർക്ക് പ്രത്യക്ഷനായി എന്നാണ് പറഞ്ഞത്. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന എന്നുകൂടി ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.